താജുൽ ആലമത്തങ്ങൾ, ഉസ്താദവർകൾ, വലിയ വലിയ നേതാക്കൾ, പഠിച്ചവരെ റബ്ബേ ഞങ്ങളോട് എന്റെ വലിയായ ഖുതുബുൽ ആലം പറഞ്ഞതാണ് എന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തകരെയും അതുകൊണ്ടാണ് ഇവരെ കൂടെ അവരെ തടവികൾക്ക് അവരെ തടവി ഞങ്ങൾക്ക് ഒരുപാട് കണ്ണന്മാരെ കണ്ണു രക്ഷിക്കണേ സ്ഥാപനങ്ങളെ കാക്കുന്ന ജനങ്ങളെ സ്ഥാപനത്തിനെ കാത്തു രക്ഷിക്കണേ ഞങ്ങളടുത്തുള്ള എന്തെങ്കിലും അരക്കങ്ങളാണ് ഞങ്ങൾ സ്ഥാപനങ്ങൾ വരാനായി പോയിരുന്നൊരവസ്ഥ നോട്ടവും സ്ഥാപനത്തിന് നിലനിർത്തി തരണേ ദീനിന്റെ കാര്യം പറയാൻ ഞാൻ ഏപ്പിയെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞതാരാ? അതാണ് ഔലിയാക്കളുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ, അല്ലാതെ മക്ബറ കൂടെ ഉണ്ടാവാന്നല്ല. എത്ര മഹാന്മാർ പറഞ്ഞാലുണ്ടോ ഇരുത്തിയിരുന്നു. അതാണ് കാന്തപുരം ഉസ്താദിന്റെ ശക്തിയട്ടോ. ഉസ്താദിന്റെ ഒരു രോമത്തിന് തൊടാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. കാരണം ഉസ്താദിന്റെ പിന്നിലുള്ളത് ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്. ഇതുപോലെയുള്ള മഹാന്മാരുടെ ആശീർവാദമാണ്. മഹാനായ ഷെയ്ഖുന സയ്യിദുന താജുൽ ഉലമ സയ്യിദ് അവർകൾ, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എപി ഉസ്താദ് അവർകൾ, ഈ മഹാന്മാരുടെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ഷെയ്ഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. നിങ്ങൾക്കൊക്കെ അറിയാം, സമയത്ത് വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദ് അവർകൾ ചെന്നപ്പം ഖുതുബുൽ ആലം പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലോ, ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ ബാപ്പാരാന്നറിയോ? ഇപ്പോൾ ഇവരെ എല്ലാ സ്റ്റേജിലും ഇങ്ങനെ ഒരു പച്ച മുണ്ടിട്ടിട്ട് ഇങ്ങനെ മുമ്പിൽ ഇരിക്കുന്ന ആ കാക്ക പറയട്ടെ. രണ്ട് മിനിറ്റ് പറയാൻ വേണ്ടി സീനിയർവാഹമായി അടുത്തിടപെടുന്ന മഹാനന്ദർക്ക് ഞാൻ ക്ഷണിക്കുന്നു. അതിനുശേഷം എന്റെ വിഷയം ഞാൻ അങ്ങനെ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ ഷെയ്ഖുനായുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പത്രങ്ങളുടെ തമസ്തരണ്ടായി എന്ന് കാണുന്നുണ്ടോ? ഷെയ്ഖുന അവിടെ നിന്ന് കിടക്കുന്ന സമയത്ത് അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സമസ്ത ഒന്നേ ഉള്ളൂ, അല്ലേ? സമസ്ത ഒന്നേ ഉള്ളൂ. ഏപിയും കുഞ്ഞിക്കോയത്തങ്ങളും ഇവിടെ വന്നിരുന്നു. ജീവന്റെ കാര്യങ്ങൾ നടത്താൻ അവരെ ഞാൻ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഹക്ക്. ഷെയ്ഖുനായുടെയും ഏപിയുടെയും കുഞ്ഞിക്കോയത്തങ്ങളുടെയും പിന്നിൽ അണിഞ്ഞിരുന്നോ? സമസ്ത രണ്ടായ നേരത്തെ ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നവരോട് പറഞ്ഞതാണ്, സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഓരോരുത്തരും കൂടിക്കൊള്ളി. ഷെയ്ഖുനാൻ നേരിട്ട് പറഞ്ഞ ആളുകൾ